കഴിഞ്ഞ ദിവസം ഈവനിങ്ങിൽ പല ഗ്രൂപ്പുകളിലും യുഎസ് ഡോളറിൻ്റെ ന്യൂസസിനെ പറ്റി ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. അതായത് ഒരു പ്രോപ്പറായിട്ട് ന്യൂസ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മാർക്കറ്റ് സാധാരണ തരുന്ന പോലെ ഒരു സ്പൈക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പലരും സംസാരിച്ചു. ഇന്നലെ എല്ലാവരും ആ ഒരു സ്പൈക്കപ്പ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നലെ സത്യത്തിൽ ആ ന്യൂസേ ഉണ്ടായിട്ടില്ല. ആ ന്യൂസ് ഇന്നലെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ പലർക്കും അറിയാത്തൊരു കാര്യമാണെന്നുള്ളത് പല ഗ്രൂപ്പുകളിലും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി. സത്യത്തിൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു ന്യൂസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പല ട്രേഡേഴ്സും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എക്കണോമിക് കലണ്ടർ നിങ്ങൾ വാച്ച് ചെയ്യണം. അത് പലതരത്തിലുള്ള വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഫോറക്സ് ഫാക്ടറി, മൈ എഫ്എക്സ് ബുക്ക്, ഇൻവെസ്റ്റിംഗ്.com അങ്ങനെ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്നത് forex-factory.com എന്നുള്ളതിലാണ്. ഫോറക്സ് ഫാക്ടറിയിൽ ആ ഒരു ഫോൾഡറിനോട് കൂടെ തന്നെ അത് ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ടെൻറ്റേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ സാധ്യതയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ടില്ല എന്നൊരു അർത്ഥം വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ന്യൂസസ് എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുന്നു പ്രോപ്പറായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ FX എന്ന് കമൻറ്റ് ഇട്ടുള്ളൂ. ഞാൻ ഇതിനെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാം. ഇതുപോലത്തെ ഫിനാൻഷ്യൽ കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.